ഇതിന്റെ ഒരു കുട്ടി വാട്ട ഈറ്റിന്റെ ഇടയിൽ നോക്കിയാലോ. അവളെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി ആയിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ നേരെ റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. ഉച്ചയായപ്പോഴേക്കും ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് റൂമിൽ വന്നപ്പോൾ എന്റെ റൂംമേറ്റിനെ നെട്ടിച്ചളഞ്ഞ വേറെ ഒന്നുമല്ല, നിങ്ങൾ തന്നെ നോക്ക്. വീട്ടിൽ ഉച്ചക്കൊക്കെ ചോറ് തിന്നാൻ ചെല്ലുമ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ അത് കറിയൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇന്ന് പരിപ്പറി ആയതുകൊണ്ട് തന്നെ എന്ത് ഉച്ചക്ക് എന്ത് കഴിക്കും, മര്യാദ കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് റൂമിൽ വന്നപ്പോഴേക്കും അവളിന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അവൾ എന്തായാലും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു വേറെ ഫീൽ തന്നെയായിരുന്നു. ഡ്യൂട്ടിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടാക്കി വെച്ചപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഞാൻ അവളോട് പറയുകയും ചെയ്തു. 4 മണിയൊക്കെ ഇപ്പോൾ ഒരു അരിനിലക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഹോസ്റ്റലിൽ ചായയോടെ വന്നത് ബ്രൗണിയും പിന്നെ ഉഴുന്നുവടയായിരുന്നു. ബ്രൗണിയുടെ അകത്ത് ചോക്ലേറ്റ് വെക്കുക, അതിൻ്റെ അകത്തുനിന്ന് ചോക്ലേറ്റ് ഒക്കെ ഒഴുകുന്നു. ഇപ്പോൾ പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും. ഇതൊക്കെ ഇവർക്ക് ആഴ്ച ഒരു ദിവസമെങ്കിലും തന്നിരുന്നത് എന്തായിരുന്നു. വല്ലപ്പോഴും മാത്രം ഇതൊക്കെ ഇവിടെ കിട്ടത്തുള്ളൂ. ഉഴുന്നുവടയും കൂടി കൂട്ടി ഒരു കപ്പ് ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, കുറെ തിന്നാൻ കിട്ടിയ ഒരു അടിപൊളി ദിവസമായിരുന്നു. രാത്രി ഇന്ന് ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്ന ഫുഡ് ദോശയും മുട്ടക്കറിയായിരുന്നു. അപ്പോഴേക്കും കുറച്ച് അഹങ്കാരം മൊത്തം വെറുതെ ചില്ലി ചിക്കൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ചില്ലി ചിക്കൻ കാണാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞ് കഴിച്ചായിരുന്നു. സത്യം പറയല്ല, ഭയങ്കര എരിവായിരുന്നു. 2 ദോശകൾ കഴിക്കുന്ന ഞാൻ ചില്ലി ചിക്കൻ വാങ്ങിയിട്ട് ഒരു ദോശ കഴിച്ചുള്ളൂ. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഉപ്പും മുളകും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുന്നവർക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.